കണ്ണാടി ഗ്രാമനിവാസികളെ, ആരോടും പറയാനാവാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞ് കണ്ണാടി യുവജന കലാവേദി ഏർപ്പെടുത്തിയിട്ടുള്ള വൻപിച്ച മൂലക്കുരു ചികിത്സാ ക്യാമ്പിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ക്യാമ്പിലേക്ക് എല്ലാവരെയും ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. ഒറ്റമൂലി പ്രയോഗത്താൽ അനേകം ആളുകളുടെ അസുഖം മാറ്റിയ സാക്ഷാൽ അട്ടപ്പാടി അനേകം വൈദ്യർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കൂ. കടന്നു വരൂ. എല്ലാം ഓക്കെ. കഴിഞ്ഞ വർഷം ക്ലബ്ബ് നാടകവും ഗാനമേളയും നടത്തിയിട്ട് ഇതിന്റെ പകുതി ആൾക്കാരുണ്ടായിരുന്നില്ല. ഇപ്പൊ മൂലക്കുരു ചികിത്സാ ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോ പഞ്ചായത്ത് ഒന്നടങ്കം ഇരച്ചു വന്നിരിക്കല്ലേ. എനിക്കൊരു സംശയമുണ്ട്. ഈ മൂലക്കുരുവല്ല എണ്ണക്കുരുവായിട്ട് എങ്ങനെ പ്രഖ്യാപിച്ചാലോ? കഷ്ടോടാതെ ഇത്രയും കസേരയും വാടകയ്ക്ക് എടുത്തിട്ട് ഒരാൾ പോലും ഇരിക്കുന്നുമില്ല. ആശം പോയി. മുഖക്കുരു ചികിത്സിക്കാനല്ലല്ലോ അവര് വന്നത്, മൂലക്കുരു ചികിത്സിക്കാനല്ലേ. എടാ, ഈ വൈദ്യുതി കൃത്യസമയത്തിന് എത്തുമല്ലോ. വൈദ്യരിങ് എത്താറായി. എന്റെ ബന്ധുവല്ലേ, പറഞ്ഞതാ. പക്ഷെ നീ പോയാ പ്രസിഡന്റ് ഒന്നിങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഞാൻ ഓട്ടോ ഒന്ന് എടുക്കണേ. ഇത്തിരി പെട്രോൾ അടിച്ചോ? അനൗൺസ് ചെയ്തോ? പെട്രോൾ അടിക്കാനുള്ള കാശൊന്നുമില്ല ചേട്ടാ. പഞ്ചായത്ത് പ്രസിഡന്റ് ബാനർ റെഡിയല്ലേ? എപ്പോഴേ റെഡി. എന്നാൽ ഇനി സമയം കളയണ്ട. നാട്ടുകാരുടെ മുമ്പ് പൊന്നുമോളന്ന് ഷൈൻ ചെയ്യട്ട്. കേറ്റി കെട്ടട ബാനർ കട്ടബൊമ്മ. അതെ, കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലാട്ടാ. ഇവർക്കൊക്കെ കാശ് കൊടുക്കണം, ഞാൻ മാത്രം ഫ്രീ ഉള്ളൂ. ഇക്കൊല്ലം പറ്റിക്കില്ല. ബാങ്ക് കുത്തിയില്ലേ? എവിടെ കുത്താൻ? അത് ശരിയാ. കിട്ടിയതാരാട്ടാ? അതെ, എനിക്ക് നിൽക്കാൻ വയ്യ. ഒരു പൈന്റ് വാങ്ങിച്ചു. ഇത് ദീപരേജിന്റെ ക്യൂ അല്ല, മൂലക്കുരുവിന്റെ ക്യൂവാ. മൂടിപ്പൊളിച്ച് നിന്നാ ഞാൻ അറിയില്ല എന്ന് കരുതിയല്ലേ? അപ്പൊ ആശാനം ഉണ്ടല്ലോ ഇതിന്റെ അസുഖം. വെറുതെ അല്ല കടയിൽ വെച്ച് എന്നോട് ചൂടാവണത്. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. ഷേവ് ചെയ്തിട്ട് വന്നൂടായിരുന്നോ? ഇതിന് ഷേവ് ചെയ്യണം. അയ്യേ, ഞാൻ മുഖം ഷേവ് ചെയ്യണ കാര്യമാണ് പറഞ്ഞത്. എന്താടി സ്കൂളിന്റെ മുൻപിൽ ഒരു ആൾക്കൂട്ടം? ഇന്നലെ യുവജന ക്ലബിന്റെ മെഡിക്കൽ ക്യാമ്പ്. ഇത് നിന്റെ ഫോട്ടോ ഇല്ലേ? മൂലക്കുരുവിന്റെ സ്പോൺസർ വന്നിട്ടില്ല. ഏതായാലും നല്ല ഫോട്ടോ. അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട. ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളത് കൊണ്ടാ. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നോളൂ. ഗ്ലാമറിനൊന്നും ഒരു കുറവുമില്ല. എന്നാലും എല്ലാത്തിന്റെ ബാക്ക് പഞ്ചറാണല്ലേ. അത് ശരി. അപ്പൊ നിങ്ങൾക്കുണ്ടല്ലേ ഈ അസുഖം? ചുമ്മാതല്ല ബുള്ളറ്റ് എടുത്ത് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഓടിച്ചോണ്ട് പോവാൻ വയ്യല്ലേ? കള്ള നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടേ വൈദ്യരെത്തി. കട്ടബൊമ്മ സരസഭ പെട്ടെന്ന് മാല എടുത്തോടാ. അയ്യോ, മാല ഞാൻ ആദ്യം ഇടും. എനിക്കതാ ഇഷ്ടം. അയ്യോ, നിന്റെയൊക്കെ ഒരു മെഡിക്കൽ ക്യാമ്പും. ഒന്ന് തിരിഞ്ഞ് ബാക്കൊക്കെ മാക്സിമം തിരിഞ്ഞേക്കുന്നത്. നാട്ടുകാർ കമ്പിപ്പാരൊക്കെ കുത്തി മറിച്ചിട്ടേക്ക. അയ്യോ,
അതെ, വർക്ക്ഷോപ്പിൽ വച്ചിരിക്കുന്ന അതേ സൈസിൽ പ്രിന്റ് ചെയ്യണം. അതിന്റെ സൈഡിലായിട്ട് പൊളിഞ്ഞ ഏതെങ്കിലും ബൈക്കിന്റെ ഫോട്ടോയും കൂടെ വെച്ചോ. അടി കിട്ടിയതാണെന്ന് ആരും അറിയണ്ട, ആക്സിഡന്റ് ആണെന്ന് കരുതിക്കോളും. എനിക്ക് ഗിന്നസ് ബുക്കിൽ കയറാനുള്ളതാ. ഫോട്ടോഗ്രാഫറെ, വിരോധമില്ലെങ്കിൽ എന്റെ ചന്തി എടുത്ത് ഒന്ന് കട്ടിലെറിഞ്ഞേക്കൂ. മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടോണ്ട. അയ്യോ മതി മതി. അയ്യോ, ഒരു ഫോട്ടോ വേണ്ട വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. പത്രത്തിലെങ്ങാനും വന്ന കടം വാങ്ങിയവരെല്ലാരും കൂടി വന്ന് എന്റെ 16 അടിയന്തരം നടത്തും. കോട്ട് സൂട്ട് ഇട്ട് നടക്കുന്ന പല മാന്യന്മാർക്കും മൂലക്കുരുവിന്റെ അസുഖം ഉണ്ടെന്ന് ഇന്നല്ലേ എനിക്ക് മനസ്സിലായത്. നിന്റെ കുഞ്ഞമ്മയുടെ മകൻ അട്ടപ്പാടി അഴകേശം വരാതിരുന്നത് നന്നായി. അതെന്താ? വന്നിരുന്നെങ്കിൽ പൊട്ടക്കണ്ണനായിട്ട് തിരിച്ചു പോകേണ്ടി വന്നേനെ. അമ്മാതിരി അടിയല്ലേ അവന്മാരടിച്ചത്. അടി പിന്നെ സഹിക്കാം. വന്ന രോഗികളെല്ലാം കൂടെ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ചികിത്സിക്കാൻ വന്ന വൈദ്യൻ എവിടെയാടാന്ന് എന്നോട് ചോദിച്ച് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞതും എന്റെ നേരെ എല്ലാ രോഗികളും കൂടെ ചന്തിയും പൊക്കി കാണിച്ചിട്ട് എന്നാ നീ ചികിത്സിക്കടാ നായിന്റെ മോനെ എന്നും പറഞ്ഞോണ്ടിരുന്ന ഇപ്പായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോ ദാ കണ്ടില്ലേ, സ്വിഫ്റ്റ് കാറിന്റെ ബാക്ക് പോലെ ആയി. എന്താവോ? ഓ വന്നല്ല രാക്ഷസി. ഞാൻ വിചാരിച്ചത്രയും ഡാമേജ് ഒന്നും പറ്റിയിട്ടില്ലല്ലോ. വിചാരിച്ചത് എത്രയാണാവോ? സരസപ്പം പെറ്റ് കിടക്കുവാണോടാ? അതേടാ പെറ്റ് കിടക്കുവാ. കുട്ടി ആണാണാ പെണ്ണാണെന്ന് നോക്കണ. ഈ കിടപ്പ് കുറച്ചു നാളത്തേക്ക് കൂടി നീട്ടിക്കിട്ടാൻ ഞാൻ ഒന്നുകൂടി സ്പോൺസർ ചെയ്യണോ? എനിക്കിതൊന്നും പുത്തരിയല്ല, പക്ഷെ ഇവന്മാർക്ക് ഇത് ഇച്ചിരി കൂടിപ്പോയി. സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നോ? രക്ഷപ്പെട്ട കളഞ്ഞല്ലേ? എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി പൊന്നു. അവരൊരു തമാശ കാണിച്ചതല്ലേ, അതിന് ഇത്രയും വേണമായിരുന്നോ? ഓഹോ, തമാശയായിരുന്നല്ലേ? എന്നാ ഞാനും ഒരു തമാശ കാണിച്ചു എന്ന് കരുതിയാ മതി. ഇനി എന്നോട് ഇതുപോലെ തമാശ കാണിച്ചാ കളി പഠിപ്പിക്കേ പൊന്നു. സത്യം പറ, എന്റെ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്? എനിക്കറിയില്ല. കണ്ടുപിടിച്ചോളാം ഞാൻ. ചെലപ്പാ ദേ, ഫോട്ടോയുടെ കാര്യത്തിൽ എന്നെ ഒറ്റ കൊടുക്കരുത്. ജോലി ഉണ്ടെങ്കിലേ വല്ലപ്പോഴേ ലീവ് എടുക്കാൻ പറ്റുള്ളൂ, ഒന്നിച്ചു കൂടാൻ പറ്റുള്ളൂ. ചെല്ലപ്പാ ദേ വരുന്നു. അതെ, ഈ ഫുഡ് കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഗുളിക വേണമെങ്കിൽ ഞാൻ കഴിക്കാം സിസ്റ്റർ. ആഹാരം എന്നെ കൊന്നാലും ഞാൻ കഴിക്കില്ല. അതെന്താ? ആഹാരം കഴിച്ചാൽ എനിക്ക് വയറ്റിൽ നോണമെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എല്ലാം അടച്ചു വച്ചേക്കല്ലേ ദ്രോഹികൾ. ഓ നല്ല എമണ്ടൻ ഇടിയും മിന്നലോ. നേരെ അത്രേ സമയത്ത് വീട്ടിൽ വന്ന് കയറണം എന്നുള്ള വിചാരം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവന്? മഴയായതുകൊണ്ട് ക്ലബിലെങ്ങാനും കിടന്നിട്ടുണ്ടോ? ആദ്യം ആ ക്ലബ് എവിടെ തല്ലി പൊളിക്കണം. ഒരു സെൽഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ വിളിക്കായിരുന്നില്ലേ? എങ്ങനെയാണ്? ഇനി അതിന്റെ കുറവ് മാത്രമേ ബാക്കിയുള്ളൂ. തന്നെത്താൻ അധ്വാനിച്ച് കാശുണ്ടെങ്കിൽ സെൽഫോൺ വാങ്ങിക്കട്ടെ. വെരികിനെ കൂട്ടിലടച്ചതുപോലെ ഇങ്ങനെ നടക്കണ്ട, അവൻ വന്നോളും. ഈശ്വര, നനഞ്ഞു കുളിച്ചിട്ടാണല്ലോ വരവ്. ഇത് ഈ മഴയത്ത് തന്നെ കൊണ്ടുവരണമെന്ന് വലിയ നിർബന്ധമായിരുന്നു നിനക്ക് എന്നോടുള്ള വാശി തീർക്കാനല്ലേ? അത് ശരി, നന്നായി കൊണ്ടുവന്ന കുഴപ്പമായി. എന്താന്ന്? ഒന്നുമില്ലാന്ന്. ഏട്ടൻ എന്തു പണിയെ കാണിച്ച്? വല്ല പനിയും പിടിച്ച് കിടന്നാലോ? കിടന്നാലെന്താടി? പണം മുടക്കി ചികിത്സിക്കാൻ ആളിരിക്കല്ലേ ഇവിടെ? ആ ചാറ്റമഴ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇറങ്ങിയപ്പോ. ഞാൻ അറിഞ്ഞു ഇങ്ങനെ തല ഇങ്ങോട്ട് കാണിക്കും. നശിച്ച ഒരു മഴ. അപ്പോഴും മഴയ്ക്കാ കുറ്റം. മോന് പറ്റിയ അമ്മ. ഞാൻ തുടച്ചോളാം. ഒരു മഴ പെയ്ത് എനിക്കാ കുറ്റം. നിന്റെ ഇന്നത്തെ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ കക്ഷി ഇവളായിരുന്നു, നിന്റെ അമ്മ. രണ്ടെണ്ണം ഇവക്കൂടെ കിട്ടിയേനെ. അതിലും നല്ലത് യമണ്ടൻ തന്നെയായിരുന്നു. എന്താ വിശന്നിട്ട് അണ്ടം കത്തുന്നു പറഞ്ഞതാ. കേട്ടു തോന്നുന്നു.